ഹായ്! ഇനി നമുക്ക് നമ്മുടെ ക്ലേ മേക്കിംഗ് വീഡിയോ ചെയ്യുവാണ്. അതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ കാണിച്ചു. നമുക്ക് വേണ്ടത് ഇതുപോലത്തെ പാത്രമാണ്. കുപ്പിയായിട്ട് എടുക്കണം. കാരണം നമ്മൾ ക്ലേ മേക്കിംഗ് ചെയ്യുന്നത് നമ്മളിതിലും കുക്ക് ചെയ്യുന്ന പാത്രത്തിലാവരുത്. ഇതുപോലത്തെ ഒരു കുക്ക് ചെയ്യാത്ത പാത്രം. ഒരു നോൺ സ്റ്റിക്ക് പാത്രമായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കുക്ക് ചെയ്തെടുക്കാം. ക്ലേ മേക്കിംഗ് തന്നെ പല വിധത്തിലുണ്ട്. കുക്കിംഗ് മെത്തേഡ് ഉണ്ട്, നോൺ കുക്കിംഗ് മെത്തേഡ്സ് ഉണ്ട്, അങ്ങനെ പല ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയണമെങ്കിൽ കുക്കിംഗ് മെത്തേഡ് ചെയ്യുന്ന രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ ഫെവിക്കോളിൻ്റെ വൈറ്റ് ഗ്ലൂ ആണ് എടുത്തേക്കുന്നത്. 2 എണ്ണമാണ് എടുത്തേക്കുന്നത്. 60 രൂപയുടെ. 100 രൂപയുടെ ഒരെണ്ണം മതി ഒരു കപ്പ് ആവാൻ. ഇനി കോൺഫ്ലവർ നമുക്ക് വേണം. ഇതാണ് എൻ്റെ മെഷറിംഗ് കപ്പായിട്ട് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യണം. ഞാനിവിടെ 1:1 റേഷ്യോയിലാണ് എടുക്കുന്നത്. അതായത് 1 കപ്പ് ഗ്ലൂവിന് 1 കപ്പ് കോൺഫ്ലവർ എന്ന അളവിൽ. അതുപോലെ നമുക്ക് വിനീഗർ വേണം, ഓയിലും വേണം. 2 ടീസ്പൂൺ വെച്ചാണ് ഇത് രണ്ടും ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ ഗ്ലൂവിനകത്തോട്ട് നമുക്ക് വിനീഗറും ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് മാത്രം കോൺഫ്ലവർ ആഡ് ചെയ്താൽ മതി. കാരണം കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്യണം, കട്ട കുത്തുന്ന ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് കുറേശ്ശെ ആയിട്ട് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പതിയെ മിക്സ് ചെയ്ത് കട്ടയൊന്നും കൊത്താതെ തരിയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി എടുത്തുകൊണ്ടേ ഇരിക്കാം. നമുക്കിനി ബാലൻസ് കോൺഫ്ലവറും കൂടി ഇതിലോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ തരിയൊന്നും വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് അവസാനം നല്ലൊരു ബാറ്റർ ഫോമിലായിരിക്കും ഗ്ലൂ കിട്ടുന്നത്. ഗ്ലൂവും കോൺഫ്ലവറിൻ്റെ മിക്സർ കിട്ടുന്നത്. ഇത് നല്ലപോലെ സ്മൂത്തായി കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇനി നമുക്ക് കുക്ക് ചെയ്യാം. അപ്പം കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഹീറ്റ് എപ്പോഴും ലോ ആയിരിക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് കട്ട പിടിച്ച് ക്ലേ ഡാമേജ് ആയി പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ലോ ഫ്ലെയിമിൽ വെക്കുന്നത്. പിന്നെ ക്ലേ നമുക്കൊരു 6 to 3 മിനിറ്റ്സിനുള്ളിൽ ഇത് കുക്കായി കിട്ടും. അപ്പോൾ കൈ എടുക്കാതെ നല്ലപോലെ മിക്സ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പേരൻസിൻ്റെ ഹെൽപ്പോടെ ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ നമ്മുടെ കൈയൊക്കെ നല്ലതുപോലെ വേദനിക്കും. അപ്പോൾ പേരൻസ് കൂടെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുപ്പിക്കാം. ഞാനിത് ചെയ്യുമ്പോൾ ഈ പാത്രം ഞാൻ ഇളക്കുന്ന സൈഡിലോട്ടാണെങ്കിൽ തെന്നിപ്പോവാം. ഭയങ്കര പാടായിരുന്നു. അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, നല്ലതുപോലെ മുറുക്കി പിടിച്ച് ചെയ്യണം. കാരണം ഇത് ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോഴേക്ക് വരത്തില്ല. ഇതുപോലൊരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലേ ഏകദേശം കുക്കായി കാണും. ഒരു കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്താൽ അത് നല്ലതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് ഒരു ഉരുണ്ട ചപ്പാത്തി മാവിൻ്റെ ഫോമിലോട്ട് മാറി വരും. അപ്പോഴാണ് നമ്മുടെ ക്ലേ കുക്കാവുന്നത്. അപ്പം ഇത് ഓരോ സ്റ്റേജിലും ഓരോ ടിപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തത് കറക്റ്റാണോ എന്നറിയാനുള്ള ടിപ്പുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ഗ്ലൂ കുക്കായത് കറക്റ്റാണോ നോക്കാം. നിങ്ങൾ കുറച്ച് പീസ് ഇതുപോലെ ക്ലേയിൽ നിന്ന് എടുക്കണം. എന്നിട്ട് നിങ്ങളുടെ ഈ ഫിംഗറിൻ്റെ ഇവിടെ വെക്കുമ്പോൾ അത് അവിടെ ഒട്ടുകയും വേണം. പക്ഷേ കൈയുടെ വെള്ളയിൽ വരുമ്പോൾ അത് ഒട്ടരുത്. അതാണ് കറക്റ്റായിട്ടുള്ള കുക്കിങ്. ഇനി നമുക്ക് ഈ കുക്കായ ക്ലേ ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി നമ്മൾ കുഴക്കില്ലേ അതുപോലെ നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇങ്ങനെ നമ്മുടെ ഫ്ലോറിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലോ ബോഡി ലോഷനോ വാസലിനോ ആഡ് ചെയ്യാം. ഓയിലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം ഈ ക്ലേ നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് കയ്യിലൊട്ടാതിരിക്കും. നല്ലതുപോലെ ഈ ക്ലേ കുഴച്ചെടുക്കണം. ഇത് കുക്ക് ചെയ്ത് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെയ്താലും മതി. എന്നാൽ ഓവറായിട്ട് ഇത് കൂളായി പോവുകയും ചെയ്യരുത്. ഒരു ചെറിയ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം. എന്നും പറഞ്ഞാൽ തിളച്ചിരിക്കുന്ന സമയത്ത് തന്നെ എടുത്ത് കുഴയ്ക്കാനും പാടില്ല. അപ്പോൾ കൈ പൊള്ളും. ഇനി നമുക്കിതൊരു ബോളാക്കിയിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ ശരിക്കും മോയ്സ്ചർ അതിൻ്റെ ഉള്ളിൽ തന്നെ ലോക്ക് ചെയ്ത് അത് ഡ്രൈ ആയി പോകാതിരിക്കാൻ. ഇനി നമുക്ക് ഈ കുഴച്ചത് കറക്റ്റായോ നോക്കിയാൽ അതിന് ആദ്യമേ ആ ഗ്ലൂവിന് കുറച്ച് പീസ് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എത്രയാണോ പീക്ക് കിട്ടുന്നത് അത്രയുമായിരിക്കും നമ്മുടെ ക്ലേയുടെ ക്വാളിറ്റിയും. അപ്പം ഇപ്പം മനസ്സിലായല്ലോ, നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്ലേ ആണ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ഈ ക്ലേയെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്തോട്ട് മാറ്റാം. ഞാനൊരു അല്പം ഓയിലും കൂടി ഇതിൻ്റെ സർഫസിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് കുറച്ച് നേരം വെളിയിൽ ഇരുന്നത് കൊണ്ടാണ്. ഇനി നമുക്ക് ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കാം. കാരണം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഓരോ യൂസിനും നമ്മൾ
എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള എമൗണ്ട് എടുത്തിട്ട് ബാലൻസ് ഉള്ളത് ഇതുപോലെ തിരിച്ച് റാപ്പ് ചെയ്ത് അതേ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ച് ക്ലോസ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ ക്ലേ ഡ്രൈ ആയി പോകും. അതൊഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് സ്റ്റോർ. ഞാൻ ഈ ക്ലേ വെച്ച് ഉണ്ടാക്കിയ സാധനങ്ങളാണ് വാട്ടർ മെലൻ്റെ ട്രേയും, പിന്നെ ഒരു ക്ലേ ഹൗസും, പിന്നെ ഈ കാണുന്ന ചെറിയ ഒരു മഷ്റൂംസ്. ഇതെല്ലാം ഞാൻ ഈ ക്ലേ വെച്ച് ഉണ്ടാക്കിയ സാധനങ്ങളാണേ. ഇപ്പം തന്നെ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ബട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ ടൈം കൊടുക്കുകയാണെങ്കിൽ, അതായത് നാളെയാണ് നമ്മൾ ഇങ്ങനെ മേക്ക് ചെയ്ത് നാളെ നമ്മൾ ക്ലേ എടുക്കുന്നെങ്കിൽ അത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കഴിയാൻ. പക്ഷേ ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യാൻ അപ്പം തന്നെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ മേക്ക് ചെയ്യാൻ വാട്ടർമെലിൻ ട്രേയും അത് ചെയ്തത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ റിസൾട്ടും പറയണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറൊരു മെത്തേഡായിട്ട് വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.